നമസ്കാരം. ഇന്ന് 2025 ഫെബ്രുവരി 19 ബുധനാഴ്ച. എല്ലാ UK മലയാളികൾക്കും ഗുഡ് മോർണിംഗ് UKയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ത്യൻ സ്റ്റീൽ ഭീമനായ ടാറ്റ സ്റ്റീലുമായി 1.25 ബില്യൺ പൌണ്ട് സംയുക്ത നിക്ഷേപ പദ്ധതിയുമായി ബ്രിട്ടൻ. പോർട്ട് ടാൽബോട്ടിൽ ഹരിത സ്റ്റീൽ നിർമ്മാണത്തിനായി അത്യാധുനിക ഇലക്ട്രിക് ആർക്ക് ഫർണസ് ടാറ്റ എത്തിക്കും. ഇതിനായുള്ള നിർദ്ദേശങ്ങൾക്ക് പ്രാദേശിക കൌൺസിൽ അംഗീകാരം നൽകിയതായി ടാറ്റ സ്റ്റീൽ UK അറിയിച്ചു. സർക്കാർ ധനസഹായത്തിന്റെ പിന്തുണയോടെ 5000 ടാറ്റ സ്റ്റീൽ UK ജോലികൾ സംരക്ഷിക്കുവാനും കാർബൺ ഡയോക്സൈഡ് പുറന്തള്ളൽ 90% കുറയ്ക്കുവാനും പദ്ധതി ലക്ഷ്യമിടുന്നു. സർക്കാർ ആവശ്യപ്പെട്ടാൽ ഉക്രൈനിലേക്ക് സേനയെ വിന്യസിക്കാൻ തയ്യാറാണെന്ന് ബ്രിട്ടീഷ് സൈന്യം അറിയിച്ചു. ഈ ആഴ്ച കരസേനയുടെ ഹൈ റെഡിനെസ് ഫോഴ്സ് ഡിവിഷണറിൽ നിന്നുള്ള 2500 UK സൈനികർ റൊമാനിയയിലെ നാറ്റോ അഭ്യാസത്തിൽ പങ്കെടുക്കും. ഉക്രൈനിലേക്ക് തന്നെ സൈന്യത്തെ അയക്കുന്നതിനുള്ള പ്രാരംഭ ചർച്ചകൾ നടക്കുന്നുണ്ട്. വെടിനിർത്തൽ ഉണ്ടായാൽ ഉക്രൈന്റെ സുരക്ഷ ഉറപ്പാക്കാൻ ബ്രിട്ടീഷ് സൈന്യത്തെ അയക്കാൻ തയ്യാറാണെന്ന് ഈ ആഴ്ച ആദ്യം സ്റ്റാമർ പറഞ്ഞിരുന്നു. ഓൺലൈനിൽ കത്തികൾ വിൽക്കുന്ന ചില്ലറ വ്യാപാരികൾക്ക് കർശന നിയമങ്ങളും അവ ലംഘിക്കുന്നവർക്ക് കടുത്ത പിഴയും ഈടാക്കുന്ന നിയമ ഭേദഗതി സർക്കാർ ഉടൻ പുറത്തിറക്കും. UKയിലുടനീളമുള്ള ചില്ലറ വ്യാപാരികൾ സംശയാസ്പദമായ കത്തിവാങ്ങലുകൾ പോലീസിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കൂടാതെ 18 വയസ്സിന് താഴെയുള്ളവർക്ക് ആയുധങ്ങൾ വിൽക്കുന്നതിനുള്ള ജയിൽ ശിക്ഷ 6 മാസത്തിൽ നിന്ന് 2 വർഷമായി ഉയർത്തും. സോഷ്യൽ മീഡിയയിൽ അനധികൃതമായി വിൽക്കുന്ന ആയുധങ്ങൾ നിരീക്ഷിക്കുവാൻ 1 മില്യൺ പൌണ്ട് ധനസഹായത്തോടെ ഒരു പുതിയ പോലീസ് യൂണിറ്റും സൃഷ്ടിക്കും. UKയിൽ ജീവനക്കാരെ വെട്ടിക്കുറയ്ക്കുവാനുള്ള പദ്ധതിയുമായി കമ്പനികൾ. ഏപ്രിൽ മുതലുള്ള ദേശീയ ഇൻഷുറൻസിലെ വർധനവാണ് ജോലികൾ വെട്ടിക്കുറയ്ക്കുന്നതിന്റെ പ്രധാന കാരണം. നടത്തിപ്പ് ചെലവ് വർദ്ധിക്കുന്നതിന് മുന്നോടിയായി ജീവനക്കാരുടെ എണ്ണം വെട്ടിക്കുറയ്ക്കുന്നതിനുള്ള നടപടികൾ കമ്പനികൾ ആരംഭിച്ചതായുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്നു. നാഷണൽ ഇൻഷുറൻസിലും വേതനത്തിലും ഉണ്ടാകുന്ന വർധനവാണ് കമ്പനികളെ കടുത്ത നടപടിക്ക് പ്രേരിപ്പിക്കുന്നതെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. ക്യാൻസർ രോഗികൾക്ക് ശരിയായ പരിചരണം ലഭിക്കുന്നില്ലെന്ന് വെളിപ്പെടുത്തി ഡോക്ടർമാർ. ഇംഗ്ലണ്ടിലെയും വെയിൽസിലെയും ക്യാൻസർ പരിചരണം നിരീക്ഷിക്കാൻ ഏർപ്പെടുത്തിയ മുതിർന്ന ഡോക്ടർമാരാണ് NHS സേവനങ്ങളിലെ പരാജയങ്ങളെക്കുറിച്ച് വെളിപ്പെടുത്തിയത്. പകുതിയോളം രോഗികൾക്ക് ചില ക്യാൻസറുകൾക്ക് ശരിയായ ചികിത്സ ലഭിക്കുന്നില്ല എന്ന് BBC റിപ്പോർട്ട് ചെയ്യുന്നു. പ്രോസ്റ്റേറ്റ്, കിഡ്നി, വൻകുടൽ എന്നീ ക്യാൻസർ ചികിത്സയുടെ പ്രശ്നങ്ങൾ നാഷണൽ ക്യാൻസർ ഓഡിറ്റ് സഹകരണ കേന്ദ്രം എടുത്തുകാണിച്ചു. ആശുപത്രികൾക്കിടയിൽ ഇതിൽ കാര്യമായ വ്യത്യാസം കണ്ടെത്തിയിട്ടുണ്ടെന്നും ദേശീയ തലത്തിൽ ശുപാർശ ചെയ്യുന്ന ചികിത്സകൾ ആക്സസ് ചെയ്യുന്നതിലെ പ്രശ്നങ്ങൾ ജീവൻ അപകടത്തിലാക്കുന്നുവെന്ന മുന്നറിയിപ്പും നൽകിയതായി വിദഗ്ധ സംഘം അറിയിച്ചു. കാർഡിഫ് നഗരത്തിലെ മുൻ ഡെബൻഹാം സ്റ്റോർ പാർക്കാക്കി മാറ്റാനുള്ള പദ്ധതികൾക്ക് സിറ്റി കൌൺസിൽ അംഗീകാരം നൽകി. 2026ഓടെയാണ് പദ്ധതി പൂർത്തീകരിക്കുക. 2021ലാണ് സ്റ്റോർ അടിച്ചുപൂട്ടിയത്. മുൻ സിറ്റി സെന്റർ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ നിലവിൽ പൊളിച്ചു നീക്കുകയാണ്. ലാൻഡ്സ്കേപ്പ് എന്ന ഡെവലപ്പർ കമ്പനിയാണ് ഈ പദ്ധതിക്ക് നേതൃത്വം നൽകുന്നത്. ഏകദേശം 17 മില്യൺ പൌണ്ടാണ് പദ്ധതി ചെലവ്. പ്രീമിയർ ലീഗിൽ നാളെ ലിവർപൂൾ ആസ്റ്റൺ വില്ലയെ നേരിടും. ആസ്റ്റൺ വില്ലയുടെ ഹോം ഗ്രൌണ്ടായ വില്ല പാർക്കിലാണ് മത്സരം. നിലവിൽ ലീഗിൽ 60 പോയിന്റുകളോടെ 1ാം സ്ഥാനത്തുള്ള ലിവർപൂൾ 2ാം സ്ഥാനത്തുള്ള ആഴ്സണലിൽ നിന്നും 7 പോയിന്റ് വ്യത്യാസത്തിലാണുള്ളത്. അതിനാൽ നാളത്തെ കളിയിൽ വിജയിച്ച് പോയിന്റ് നില ഉയർത്തുവാനായിരിക്കും ലിവർപൂൾ ശ്രമിക്കുക. ആസ്റ്റൺ വില്ല ലിവർപൂൾ ഏറ്റുമുട്ടിയ അവസാന 14 പ്രീമിയർ ലീഗ് മത്സരങ്ങളിൽ 13ലും വിജയം ലിവർപൂളിനായിരുന്നു. ലണ്ടൻ ഹിന്ദു ഐക്യവേദിയും മോഹൻജി ഫൌണ്ടേഷനും ചേർന്ന് സംഘടിപ്പിക്കുന്ന 12ാമത് ശിവരാത്രി നൃത്തോത്സവം ഫെബ്രുവരി 22-ന് ശനിയാഴ്ച വൈകിട്ട് 3:30 മുതൽ സറയിലെ കാർഷെൽട്ടൺ ബോയ്സ് സ്പോർട്സ് കോളേജിൽ വെച്ചാണ് ചടങ്ങുകൾ നടത്തപ്പെടുന്നത്. ക്രോയ്ഡനിലെ മന്ത്ര അക്കാദമി ഓഫ് പെർഫോമിംഗ് ആർട്സിന്റെ സ്ഥാപകയും ആർട്ടിസ്റ്റ് ഡയറക്ടറുമായ ലണ്ടനിലെ പ്രമുഖ നൃത്താധ്യാപിക ആശ ഉണ്ണിത്താന്റെ നേതൃത്വത്തിലാണ് നൃത്തോത്സവം നടക്കുന്നത്. ജാതി മത ഭേദമന്യേ എല്ലാവരും ചടങ്ങുകളിൽ പങ്കെടുക്കണമെന്ന് സംഘാടകർ അറിയിച്ചു. വിവാദങ്ങൾക്കിടെ ഡോക്ടർ ശശി തരൂർ MP ഇന്ന് ഡൽഹിയിൽ നിന്ന് കേരളത്തിൽ മടങ്ങിയെത്തും. ഇന്നലെ രാഹുൽ ഗാന്ധി, മല്ലികാർജ്ജുൻ ഖാർഗെ എന്നിവരുമായി തരൂർ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. സംസ്ഥാനത്തെ പാർട്ടി നിലപാടിനൊപ്പം നിൽക്കണമെന്ന് ശശി തരൂരിന് നേതാക്കൾ നിർദ്ദേശവും നൽകി. തന്നെ സംസ്ഥാനത്തെ നേതാക്കൾ വേണ്ട വിധത്തിൽ പരിഗണിക്കുന്നില്ല എന്ന പരാതി ശശി തരൂരും ഹൈക്കമാൻഡിനെ അറിയിച്ചു.
ഡൽഹിയുടെ പുതിയ മുഖ്യമന്ത്രിയെ ഇന്നറിയാം. ഇന്ന് നടക്കുന്ന നിയുക്ത MLA-മാരുടെ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രിയെ ഔപചാരികമായി പ്രഖ്യാപിക്കും. ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് കേന്ദ്ര നിരീക്ഷകരായ വിനോദ് താവ്ഡെ, തരുൺ ചംഗ് എന്നിവരുടെ സാന്നിധ്യത്തിലാണ് യോഗം. മസ്തിഷ്കത്തിൽ പരിക്കേറ്റ കാട്ടാനയ്ക്ക് ചികിത്സ നൽകുന്നതിനുള്ള ദൌത്യത്തിന്റെ ആദ്യഘട്ടം പൂർണ്ണം. മയക്കുവെടിയേറ്റതിനു ശേഷം നിലത്ത് വീണ ആന പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം എഴുന്നേറ്റു. കുങ്കിയാനകളുടെ സഹായത്തോടെയാണ് ആന എഴുന്നേറ്റു നിന്നത്. തുടർന്ന് ആനിമൽ ആംബുലൻസിലേക്ക് കയറ്റിയ ശേഷം കോടനാട്ടിലേക്ക് തിരിച്ചു. കോട്ടയം മെഡിക്കൽ കോളേജിൽ 3 വയസ്സുകാരി മരിച്ച സംഭവത്തിൽ ആശുപത്രിക്കെതിരെ ഗുരുതര ആരോപണവുമായി കുട്ടിയുടെ അച്ഛൻ. ചികിത്സ നൽകുന്നതിൽ ആശുപത്രിക്ക് പിഴവ് സംഭവിച്ചുവെന്നും കുട്ടിക്ക് ആശുപത്രി മതിയായ പരിചരണം ഉറപ്പ് നൽകിയില്ലെന്നും ആശുപത്രി അധികൃതർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും കുട്ടിയുടെ അച്ഛൻ പറഞ്ഞു. വിഷയത്തിൽ കട്ടപ്പന പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കണ്ണൂരിൽ ഭർത്തൃവീട്ടിൽ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. തൃക്കരിപ്പൂർ ബിച്ചാരക്കടവ് സ്വദേശിനി കളത്തുപുരയിൽ 20 വയസ്സുള്ള നിഖിതയാണ് മരിച്ചത്. ഭർത്താവ് വൈശാഖിന്റെ വീട്ടിൽ നിഖിതയെ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.